വിവാദങ്ങളെക്കുറിച്ചാണ് എം.എസ്. സനീഷ് കുമാർ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ക്ഷമിക്കണം, വടകരയിലെ നമുക്ക് അതിലേക്ക് കൂടി ഒന്നുകൂടെ പോകണം. UDFന്റെ സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് UDFന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ വോട്ടിങ്ങിന് വേഗത കുറവുണ്ടായെന്ന ആരോപണവും ഷാഫി ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. അത് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അത്തരം ആക്ഷേപം പ്രതിപക്ഷ നേതാവടക്കം ഈ വിഷയത്തിൽ ഒരു വലിയ തോതിലുള്ള അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ, ഒപ്പം വോട്ടിംഗ് മെഷീനുകൾ പല സ്ഥലങ്ങളിലും തകരാറായ കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. വടകരയിൽ ഷാഫിയും സമാനമായ ആരോപണം ഉന്നയിച്ചു. ഷാഫിയുടെ വാക്കുകളിലേക്ക്. ഇന്നലെ രാത്രി തുണേരിയിലൊക്കെ പോകുമ്പോൾ ഏകദേശം 12 മണിക്കാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ അവരുടെ ലാസ്റ്റ് ആൾ വോട്ട് ചെയ്തിട്ട് 10 മിനിറ്റോ 15 മിനിറ്റോ ആയിട്ടുള്ളൂ. വോട്ട് ചെയ്യാൻ വേണ്ടി അത്രയും മണിക്കൂറുകൾ വരിയിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവരുണ്ടാക്കാൻ പാടില്ലായിരുന്നു. ഇത് വളരെ വലിയ പ്രയാസം വോട്ടർമാർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് രാവിലെ മുതൽ ഇതിൻ്റെ പേസ് വളരെ വളരെ സ്ലോ ആണെന്നും ആളുകൾക്ക് ഇത് പ്രയാസമുണ്ടാക്കുന്നു, രാവിലെ മുതൽ ബൂത്തിൽ വന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ സംവിധാനത്തിൻ്റെ എല്ലാ റാങ്ക് ആൻഡ് ഫയലിലും ഞങ്ങൾ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സ്പീഡപ്പ് ആക്കാനുള്ള ഒരു ശ്രമമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇടപെടലോ അത്തരം ഒരു സിൻസിയറായിട്ടുള്ള അപ്രോച്ചോ പലയിടങ്ങളിലും കണ്ടില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. വടകരയിലെ ജനതയുടെ ജനാധിപത്യ ബോധം, ആ പ്രയാസങ്ങളെല്ലാം അതിജീവിച്ചും അവരിൽ ഭൂരിഭാഗം പേരും വോട്ട് രേഖപ്പെടുത്തിയിട്ടാണ് പിരിഞ്ഞു പോയത് എന്നുള്ളത് ഈ ജനതയുടെ ജനാധിപത്യ ബോധത്തോട് വലിയ ആദരവ് എനിക്ക് തോന്നുകയാണ്. പിന്നെ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടോയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. UDFന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിച്ചതെന്നുള്ള പരാതി UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയും ഇന്ന് കാലത്തൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഫോൺ കോളുകൾ വല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും. അത് പരിശോധിച്ച് ഞങ്ങൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. ഒരു ഉദ്യോഗസ്ഥ തലത്തിലൊക്കെയുള്ള അട്ടിമറി സാധ്യതകൾ, ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് UDFന്റെ ഇലക്ഷൻ കമ്മിറ്റി പരിശോധിച്ച ശേഷം അതിലൊരു ക്ലാരിറ്റി വരുത്തി പറയും. അങ്ങനെ ഒരു സാധ്യതയും ഷാഫി ആരോപിക്കുന്നുണ്ട്. ഈ UDFന്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ വോട്ട് പോളിംഗ് കുറയാനുള്ള പശ്ചാത്തലം ഒരുക്കിയത് ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്ന തരത്തിലാണ് ആരോപണം. എം.എസ്. സനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, ഇത് ഷാഫി വലിയ ആത്മവിശ്വാസം വിജയവുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോഴും ഈ പോളിംഗിന്റെ കാര്യത്തിൽ ഒരു ആശങ്ക അത് കേരളം മുഴുവനുള്ള UDF സ്ഥാനാർത്ഥികൾക്കുണ്ട്. സമാനമായി തന്നെ വടകരയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഷാഫിയുടെ സംശയം. രഞ്ജിത്ത്, കഴിഞ്ഞ തവണത്തെ ഏതാണ്ട് 82% അടുത്തുള്ള, അല്ല 82-നേക്കാൾ കൂടുതൽ ശതമാനം പോളിംഗ് ആണ് കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയെങ്കിൽ അതിനേക്കാൾ 5% പോളിംഗ് ഇത്തവണ കുറച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് മറ്റിടങ്ങളിലെ ശരാശരിയേക്കാൾ നോക്കുമ്പോൾ വടകരയിൽ പോളിംഗ് അത്യാവശ്യം ഉയർന്നു തന്നെ നിൽക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രാവിലെ മുതൽ തന്നെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലാവുകയും ഉചിതമായ സമയത്ത് ഇവ മാറ്റിവെക്കാൻ സാധിക്കാതെ വരികയും, ഒപ്പം പോളിംഗ് ബൂത്തിനുള്ളിൽ വോട്ട് ചെയ്യുമ്പോൾ ബീപ്പ് ശബ്ദം കേൾക്കാൻ പലപ്പോഴും 5 സെക്കൻഡുകളും വൈകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബൂത്തിൽ ഒരാൾ വോട്ട് ചെയ്യണമെങ്കിൽ ശരാശരി ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ വേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. അതായത് 1 മണിക്കൂറിൽ 60-70 വോട്ടുകൾ മാത്രം രേഖപ്പെടുത്താൻ കഴിയുകയും അത് മണിക്കൂറുകളിലേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെ ഇരട്ടി ആളുകൾ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനായി തുടരുകയും ചെയ്യുന്ന സാഹചര്യം പേരാമ്പ്രയിലും വടകരയിലും ഓർക്കാട്ടേരി അങ്ങനെ പല ഇടങ്ങളിലും 500-ലധികം പേരാണ് തെരഞ്ഞെടുപ്പിൻ്റെ നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ ടോക്കണുകൾ വാങ്ങി വോട്ട് ചെയ്യാനായി നിലയുറപ്പിച്ചത്. അതും ഈ രീതിയിൽ താമസം വരുമ്പോൾ 11:43 ആയപ്പോഴാണ് വടകര മണ്ഡലത്തിന് ഏറ്റവും അവസാനത്തെ വോട്ട് രേഖപ്പെടുത്തി ജില്ലയിലെ പോളിംഗ് ആകമാനം അവസാനിക്കുകയും ചെയ്ത്. അത് ഈ UDF വലിയ വോട്ടുകൾ പ്രതീക്ഷിച്ചിരുന്ന ഇടങ്ങൾ, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര പോലുള്ള ഇടങ്ങളിലും ഒപ്പം LDFനും പ്രതീക്ഷയുള്ള കൊയിലാണ്ടി പോലുള്ള ഇടങ്ങളിലുമൊക്കെ വലിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും UDF കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ വോട്ടിന് കാലതാമസം വന്നത് ഉദ്യോഗസ്ഥരുടെ മനഃപൂർവ്വമായുള്ള ഒരു വീഴ്ചയാണോ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം വൈകിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ആരോപണങ്ങളായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. കാരണം സ്വാഭാവികമായി ആളുകൾ വോട്ട് ചെയ്ത് മാറിയാൽ ശേഷം മാത്രമാണ് അടുത്തയാളെ വോട്ട് ചെയ്യാനായി വിളിക്കാൻ പറ്റുന്നത്. VVPATലേക്കും മറ്റുമൊക്കെ ഈ വോട്ട് കൃത്യമായി വീഴുന്നുണ്ടോ എന്ന്
പരിശോധന നടത്തിയിട്ടാണ് പലപ്പോഴും വോട്ടർമാർ ബൂത്ത് വിട്ടു പോയത് എന്നും പറയുന്നു. അതുകൊണ്ടുണ്ടായ ഒരു കാലതാമസമാണ്, മറിച്ച് യാതൊരു വിധത്തിലുമുള്ള മറ്റു കാര്യങ്ങൾ ഇതിന് പിന്നിലില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഒരു തരംഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മറ്റുമൊക്കെ 80%-ലധികം പോളിംഗ് വടകരയിൽ ഉണ്ടായപ്പോൾ ഒരു തരംഗമായി കെ മുരളീധരൻ മാറുകയും വമ്പിച്ച മാർജിൻ വിജയിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തരംഗം ഇത്തവണ ദൃശ്യമല്ല എന്നതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെ രണ്ടുപേരെയും ആശങ്കാകുലരാക്കുന്നത്. ഒപ്പം BJP ക്യാമ്പ് ഏതാണ്ട് നിർജീവമായ നിലയിലായിരുന്നു പോളിംഗ് ദിനത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് BJPയുടെ വോട്ടുകൾ ഏത് ഭാഗത്തേക്കെങ്കിലും ഒഴുകിയിരിക്കുമോ എന്നടക്കമുള്ള ആശങ്കകളും രണ്ട് മുന്നണികൾക്കുമുണ്ട്. എന്തായാലും മുന്നണികൾ ഇങ്ങനെ കൂട്ടിയും കിഴിച്ചുമൊക്കെ വരുന്ന ദിവസങ്ങളിലും മുന്നോട്ട് പോകും. ഓരോ മേഖലകൾ തിരിച്ച്, ഓരോ പഞ്ചായത്തുകൾ തിരിച്ച്, ഓരോ വാർഡുകളും ബൂത്തുകളും ഒക്കെ തിരിച്ചുള്ള അവലോകനത്തിൻ്റെ ദിവസങ്ങളാണ് വരുന്നത്. എന്തായാലും മൊത്തത്തിൽ പോളിംഗ് കുറഞ്ഞത് UDFന് തന്നെ ഒരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. വടകരയിലും മറിച്ചല്ല അഭിപ്രായം. എന്താണ് ഈ വോട്ട് കുറഞ്ഞതിലെ സൂചന, അല്ലെങ്കിൽ ഈ വോട്ട് കുറഞ്ഞതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളാണ് സംഭവിക്കാൻ പോവുക എന്നത് സംബന്ധിച്ച് ആശങ്കയുണ്ട്. പക്ഷേ വടകരയിൽ ഒരു തരത്തിലുമുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. താൻ വിജയിക്കുക തന്നെ ചെയ്യും. വടകരയിലേക്ക് താൻ പാലക്കാട്ട് നിന്ന് താമസം മാറ്റേണ്ട ഒരു അവസ്ഥ വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ അപ്പോഴും പോളിംഗ് കുറഞ്ഞത് ആശങ്കയാകുന്നുണ്ട് UDF കേന്ദ്രങ്ങൾക്ക്. മിക്ക UDF ശക്തി കേന്ദ്രങ്ങളിലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഷാഫി പറമ്പിലിന്റെ ആക്ഷേപം. നമുക്ക്